നെന്മാറ ഇരട്ടക്കൊലപാതക കേസ് പ്രതി ചെന്താമരയുമായി ഇന്ന് തെളിവെടുപ്പ് നടത്തും. കൊലപാതകത്തിന് ആയുധം വാങ്ങിയ എലവഞ്ചേരിയിലാണ് തെളിവെടുപ്പ്. അയൽവാസി പുഷ്പയെ കൊല്ലാൻ കഴിയാത്തതിൽ കടുത്ത നിരാശയുണ്ടെന്ന് ചെന്താമര ഇന്നലെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അരുൺ ആലത്തൂർ ചേരുന്നുണ്ട്. അരുൺ, ഇന്ന് തെളിവെടുപ്പിനായിട്ട് കൊണ്ടുവരികയാണ് ചെന്താമരയെ. ഈ എലവഞ്ചേരിയിൽ ആയുധം വാങ്ങിയ സ്ഥലത്തടക്കം, കൊലപാതകത്തിന് വേണ്ടി ആയുധം വാങ്ങിയ സ്ഥലത്തടക്കം തെളിവെടുപ്പ് നടത്തുന്നുണ്ട്. നേരത്തെ അന്ന് അറസ്റ്റിലായ സമയത്ത് തന്നെ ജനങ്ങളുടെ പ്രതിഷേധം നമ്മൾ കണ്ടതാണ്. ഇന്നും സമാനമായ ഒരു സാഹചര്യം ഉണ്ടാകാനുള്ള സാധ്യത തന്നെയല്ലേ കാണുന്നത്? ഒപ്പം എത്രത്തോളം സുരക്ഷാ സംവിധാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? രജനി, പ്രതിഷേധങ്ങൾ കഴിഞ്ഞ ദിവസം തന്നെ അത്തരത്തിൽ നാട്ടുകാരുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് സാധ്യത നന്നേ കുറവാണെന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും പോലീസ് കനത്ത സുരക്ഷ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നലെ തന്നെ തെളിവെടുപ്പ് നടത്തുന്ന സമയത്ത് 500-ലേറെ പോലീസുകാരുടെ സുരക്ഷയ്ക്കായി അവരെ വിന്യസിച്ചിരുന്നു. തുടർന്നാണ് ഡ്രോൺ നിരീക്ഷണം ഉൾപ്പെടെ ഏർപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു തെളിവെടുപ്പ് നടത്തിയത്. ഏകദേശം അരമണിക്കൂർ നേരമായിരുന്നു പോത്തുണ്ടിയിൽ ഇന്നലെ തെളിവെടുപ്പ് നടത്തിയത്. ഇന്ന് ഏതായാലും ഈ ആയുധം വാങ്ങിയ കൊല്ലങ്കോടിനടുത്തുള്ള എലവഞ്ചേരി എന്ന ഭാഗത്ത് അവിടെ നിന്നാണ് ഈ കൊടുവാൾ വാങ്ങിയിട്ടുള്ളത്. അവിടെയും തെളിവെടുപ്പ് നടത്തുമെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഇപ്പോഴേതായാലും പ്രതി ആലത്തൂർ പോലീസ് സ്റ്റേഷനിൽ തന്നെയുണ്ട്. അവിടെ ചോദ്യം ചെയ്യൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ചോദ്യം ചെയ്യലിനിടെ ചെന്താമര പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ ഏറ്റവും ഞെട്ടിക്കുന്നത് എന്നുള്ളതാണ്. കാരണം ഇന്നലെ ഈ തെളിവെടുപ്പ് സമയത്ത് തന്നെ വളരെ രൂക്ഷമായിട്ട് ഈ ചെന്താമര നോക്കുന്നുണ്ടായിരുന്നു ഈ തെളിവെടുപ്പിനിടയിൽ എന്നുള്ളത് അയൽവാസിയായ പുഷ്പ പ്രതികരിച്ചിരുന്നു. ഏതായാലും ആ പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ കടുത്ത നിരാശ തനിക്കുണ്ട് എന്നുള്ളതാണ് ചോദ്യം ചെയ്യലിനിടെ ചെന്താമര പറഞ്ഞിരിക്കുന്നത്. ഈ പുഷ്പയും തൻ്റെ കുടുംബം തകരുന്നതിന് കാരണക്കാരിയാണ്. തൻ്റെ ഭാര്യയോട് പല കാര്യങ്ങളുമൊക്കെ പറഞ്ഞ് തൻ്റെ കുടുംബം ഇത്തരത്തിൽ ശിഥിലമാക്കിയത് പുഷ്പയും അതിലുണ്ട്. അതുകൊണ്ട് തന്നെ പുഷ്പയെ കൊലപ്പെടുത്തണം എന്നുള്ളതായിരുന്നു തൻ്റെ ചിന്ത. പക്ഷേ തനിക്കതിന് കഴിഞ്ഞില്ല. ഇനി ഏതായാലും തനിക്ക് പരോളൊന്നും വേണ്ട എന്ന തരത്തിലും പ്രതി ചെന്താമര പോലീസിനോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇപ്പോഴും ചെന്താമരയുടെ ഉള്ളിൽ ആ പക വലിയ രീതിയിലുണ്ട് എന്നുള്ളതാണ്. അയൽവാസികളായ ഓരോരുത്തരെയും വകവരുത്തുക എന്നുള്ളതാണ് ചെന്താമര ലക്ഷ്യമിട്ടിരുന്നത്, അതായിരുന്നു ഉദ്ദേശിച്ചിരുന്നത് എന്നുള്ളത് ആ പ്രതിയെ പോലീസ് ഇപ്പോഴും കൂടുതൽ ചോദ്യം ചെയ്യുമ്പോൾ അതിൽ നിന്ന് വ്യക്തമാവുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. ഏതായാലും പ്രതി ഇത്തരത്തിൽ ചോദ്യം ചെയ്യുന്നതിൽ കൂടുതൽ കാര്യങ്ങൾ ഇനിയും അറിയാനുണ്ട് എന്നുള്ളതാണ് അന്വേഷണ സംഘം പറയുന്നത്. കാരണം പല സമയത്ത് നേരത്തെ പലതും വിട്ടു പറഞ്ഞിരുന്നില്ല. അതായത് ആദ്യം അറസ്റ്റിലായ സമയത്ത് കൊലപാതകം നടത്തിയതിൽ ഒരു പശ്ചാത്താപമോ അല്ലെങ്കിൽ മറ്റൊന്നും പ്രതി പ്രകടിപ്പിച്ചിരുന്നില്ല. അരുൺ, ഈ പുഷ്പയെ കൊല്ലാനാകാത്തതിൽ നിരാശയുണ്ടെന്ന് പറഞ്ഞല്ലോ ചെന്താമര. ഇതേ പുഷ്പയാണോ ഇന്നലെ പ്രതികരണവുമായി വന്നത്? അതായത് തെളിവെടുപ്പിനിടെയും തനിക്ക് നേരെ കൊല്ലുമെന്ന ആംഗ്യം കാട്ടിയെന്ന്. തീർച്ചയായിട്ടും ഈ തെളിവെടുപ്പ് സമയത്ത് ഈ ചെന്താമരയുടെ വീടിൻ്റെ നേരെ മുൻവശത്തുള്ള വീട്ടിൽ താമസിക്കുന്ന വ്യക്തിയാണ് പുഷ്പ. അവിടുത്തെ താമസിക്കുന്നതിന് തന്നെ താൻ ഇവിടെ വീടൊക്കെ വിറ്റ് പോവുകയാണ്, ഇനി ചെന്താമര എങ്ങനെയെങ്കിലും പുറത്തിറങ്ങിയാൽ തന്നെ കൊല്ലുമെന്ന് വലിയ ഭയമുണ്ട് എന്നൊക്കെ നേരത്തെ ചെന്താമര നമ്മൾ ജനം ടി വിയോട് ഉൾപ്പെടെ പുഷ്പ നമ്മൾ ജനം ടി വിയോട് ഉൾപ്പെടെ പ്രതികരിച്ചിരുന്നു. അവരെ തന്നെയാണ് താൻ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ നിരാശയുണ്ട് എന്ന് ഈ ചെന്താമര ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. അതായത് ചെന്താമരയുടെ വീടിൻ്റെ മുൻവശത്തെ ഇടതുവശത്തായിട്ടുള്ള വീട്ടിലാണ് സജിതയും അതുപോലെ തന്നെ സുധാകരനും ലക്ഷ്മിയും കൊല്ലപ്പെട്ടിട്ടുള്ള അവർ താമസിച്ചിരുന്നത്. അതിൻ്റെ തന്നെ തൊട്ടിപ്പുറത്തുള്ള, അതായത് ചെന്താമരയുടെ നേരെ മുൻവശത്തെ വീട്ടിലാണ് ഈ പുഷ്പയുടെ വീട്. ഈ രണ്ട് വീട്ടിലുള്ള ആളുകളും തൻ്റെ കുടുംബം, അതായത് ഭാര്യ തന്നെ ഉപേക്ഷിച്ച് പോകുന്നതിന് കാരണക്കാരായിട്ടുണ്ട് എന്നുള്ളതാണ് ചെന്താമര ചിന്തിക്കുന്നത്. അങ്ങനെയാണ് ആദ്യം സജിതയെ കൊലപ്പെടുത്തുന്നതും അതിൻ്റെ തുടർച്ചയായി സജിതയുടെ ഭർത്താവായ സുധാകരനെ കൊലപ്പെടുത്തുകയും അതിനുശേഷം സജിതയുടെ അമ്മായിയമ്മയായ ലക്ഷ്മിയെ കൊലപ്പെടുത്തുകയും ചെയ്തത്. ഇവർക്കൊപ്പം തന്നെ ഈ പുഷ്പയും തൻ്റെ കുടുംബത്തെ, ഭാര്യയോടൊക്കെ തന്നെക്കുറിച്ച് പലതും പറഞ്ഞ് തൻ്റെ കുടുംബം ഇത്തരത്തിൽ ശിഥിലമാക്കുന്നതിന് കാരണക്കാരിയായിട്ടുണ്ട് എന്നുള്ളതാണ് ചെന്താമര വിശ്വസിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പുഷ്പയെ കൂടി കൊലപ്പെടുത്തണമെന്ന് ഇയാൾ പദ്ധതിയിട്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ തനിക്ക് ഈ പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ കടുത്ത നിരാശയുണ്ട് എന്നുള്ളതാണ്. നേരത്തെ ഈ പോലീസ് ചോദ്യം ചെയ്യുന്ന സമയത്ത് ചെന്താമര പറഞ്ഞിരുന്നത് തന്നെ സംബന്ധിച്ചിടത്തോളം ഈ കൊലപാതകങ്ങളൊക്കെ നടത്തിയതിൽ നിരാശയല്ല, മറിച്ച് തനിക്ക് വലിയ സന്തോഷമാണ് ഉള്ളത് എന്നുള്ളതായിരുന്നു ഇയാൾ പ്രതികരിച്ചിരുന്നത്. ഇപ്പോൾ പറയുന്നത് ഇത്തരത്തിലാണ്, ഈ പുഷ്പയെ കൊലപ്പെടുത്താൻ കഴിയാത്തതിൽ വലിയ നിരാശയുണ്ട് എന്നുള്ളതാണ്. അതേസമയം താൻ ചെയ്തത് വലിയ തെറ്റാണ് എന്നും ചെന്താമര ഈ പോലീസിൻ്റെ ചോദ്യം ചെയ്യലിൽ പറയുകയുണ്ടായി എന്നുള്ളതാണ്.
ശരി, എന്തായാലും ഇന്നും ചെന്താമരയുമായിട്ട് തെളിവെടുപ്പ് നടത്തും. ഈ എലവഞ്ചേരിയിലെ കൊലപാതകത്തിന് ഉപയോഗിച്ച ആയുധങ്ങൾ വാങ്ങിയ സ്ഥലത്താണ് തെളിവെടുപ്പ് നടത്തുന്നത്. നമുക്കിപ്പോൾ പറയേണ്ടത്, കാരണം ഇപ്പോൾ ഈ സമൂഹം മാറിയിരിക്കുന്നത് ഒരു കള പിഴുതെറിയുന്ന രീതിയിൽ മനുഷ്യരെ കൊല്ലുമെന്നൊക്കെ തന്നെ പറയുന്ന ആ ഒരു രീതിയിലേക്ക് എത്തിയിരിക്കുകയാണ്. എങ്ങോട്ടാണ് പോക്ക്? കൊല്ലാൻ പേടിയില്ലാത്തവരുടെ കാലം. നെഞ്ചിന് ചവിട്ടി പോലീസുകാരനെ കൊല്ലുകയാണ്. അപ്പോൾ ആ ചവിട്ട് കൊല്ലാൻ വേണ്ടിയാണ്, അത്രയ്ക്ക് ഉറച്ച കരുത്തുള്ള ഒരു ചവിട്ടാണ്. അപ്പോൾ ആർക്കും പേടിയില്ലാതായിരിക്കുന്നു. ഇന്ന് ഇപ്പോൾ പറഞ്ഞ ഇനി എനിക്ക് ജയിലിൽ നിന്ന് പുറത്തിറങ്ങാൻ താല്പര്യമില്ല, ഞാൻ ആഗ്രഹിക്കുന്നില്ല, അതുകൊണ്ട് പുഷ്പ രക്ഷപ്പെട്ടു എന്നാണ് ചെന്താമര പറഞ്ഞത്. മനുഷ്യർ ഇങ്ങനെയൊക്കെയാണ് പുതിയ കാലത്ത് എന്ന് ഓർക്കണം. ഏതായാലും വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺ ആലത്തൂർ.